പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇല്ലാത്ത മരങ്ങളില്ല, ഇവിടെ കായ്ക്കാത്ത ഫലങ്ങളുമില്ല. ഇതൊരു ഫാമല്ല, ഇതൊരു വീടാണ്. ഏതാണ് വീട് കാണണ്ടേ? വരി കാണിച്ചു തരാം. വയനാട് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചകൾ. ഇതൊരു മൂച്ചയാണ്. മാങ്ങ ഉണ്ട്, ഇടയിലൊക്കെ മാങ്ങ ഉണ്ട്. പിന്നെതാ തുടക്കത്തിൽ തന്നെ അവിടെ ഒരു പ്ലാവുണ്ട്, അതിൽ നല്ല അടിപൊളി ചക്കയൊക്കെ ഉണ്ട്, കണ്ടാ. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ ഇതാ അടിപൊളി ഒരു പേരക്ക മരം. എത്ര പേരക്കയാണെന്നറിയാം, കണ്ട സാധനം. ഞങ്ങൾ കഴിച്ചു കൂട്ടോ, പറിച്ച് കഴിച്ച്. നല്ല സാധനമാണ്, നല്ല മധുരമുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ കാപ്പി കണ്ട, കാപ്പി ഉണ്ട്. ഇതാ ഒരു വീട്ടിൻ്റെ മുറ്റത്താട്ടാ. ഇതാട്ടാ അതിൻ്റെ അപ്പുറത്ത് തന്നെ പേരക്ക വേറെ ഉണ്ട്. ഇതാണ്ട പേരക്ക, അതൊക്കെ ഇപ്പം ഞങ്ങൾ പറിച്ചാണ്. അവർക്ക് പറിക്കണതുകൊണ്ടൊന്നും ഒരേ ഇടങ്ങറുമില്ല. അവർ പറയുന്നത് ഇതുവരെ പറിക്കാൻ ആരും ഇല്ല പറഞ്ഞിട്ടേ ഇങ്ങനെ വീണ് പോവാണ്. പിന്നെ അതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കറുവാപ്പല തൈയുണ്ട്, വാഴയുണ്ട്. പിന്നെ അതാ തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങ്, മാഷാ അല്ലാ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ തെങ്ങുണ്ട്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ മൂച്ചിയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതുണ്ട് കേട്ടോ, അതാ ഓമക്ക മരം. ഓമക്ക, പപ്പായ, ഓരോ ഭാഗത്ത് ഓരോ ഭാഷയാണ് അതിനെ പറയാം. പപ്പായ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായി എന്ന് പറയും. അപ്പുറത്ത് ആ വാഴക്കൃഷിയൊക്കെ ഇവരുടെ തന്നെയാണ് കേട്ടോ. കാപ്പിത്തോട്ടമുണ്ട്. എത്ര സാധനങ്ങളായി. ഇതേതാണ് എന്ത്? ആപ്പിൾ ചാമ്പങ്ങ അല്ലേ? ചാമ്പങ്ങയാണ്, ചാമ്പക്ക മരമാണത്. ചാമ്പങ്ങ എന്ന് പറയും, ചാമ്പക്ക എന്ന് പറയും. അതിലിപ്പം ഇല്ല, അതിൻ്റെ സീസൺ അല്ല തോന്നുന്നുണ്ട്. ഉണ്ടോ അവിടെ? ഉള്ളിലുണ്ട്. അതാ ഉള്ളിലുണ്ട്. ഇതാ ആപ്പിൾ ചാമ്പക്കയാണത്. സാധനമുണ്ട്. ഇതാ മാഷാ അല്ലാ. വയനാട് അവിടെ നമ്മൾ അന്യമായിരുന്നതാ സീമക്കൊന്നൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വേലികളിൽ ആദ്യം ഉണ്ടായിരുന്ന, ഇപ്പോൾ ഒന്നും കാണാനില്ല. തേങ്ങ ഇതവിടെ കണ്ടോ, വാഴ കുലച്ച് നിൽക്കുന്നുണ്ട്. മാഷാ അല്ലാ. ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഇതാ വാഴ ഇവിടെ വേറെ ഉണ്ട്. ഇതാ വാഴ. പിന്നെ ഇതാ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഈ ഞങ്ങളിങ്ങനെ നടക്കുന്ന ഈ പാലം ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ കൂടെ കണ്ട ഒരു ചാല്, വല്ല ഒരു ചെറിയൊരു ചാല് അല്ലേ? ചാല് എന്നല്ല പറയുന്നതിനെ, അരുവി എന്നൊക്കെ പറയും ഇവർ. അത് നേരെ ഇപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, കണ്ട. അതാ ഇപ്പുറത്ത് ഈ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതാ അവക്കാടത്തിന് ബട്ടർ അല്ലേ? ബട്ടർ എന്നല്ല പറയാം, ഇതാ ബട്ടറാണ് അവക്കാടോ. ഇവിടെ ഏരിയ മൊത്തം അവക്കാടോ കേട്ടാ. സൂം ചെയ്ത് കാണിച്ചു തരാം, കണ്ടാ. മാഷാ അല്ലാ. ഓക്കെ, അവക്കാടോ. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഇതാ വാഴയുണ്ട്. ഇതാ പിന്നെ കവുങ്ങുണ്ട്. ഇത് കവുങ്ങല്ലേ? അടയ്ക്ക. ആ മരം അതാ, ഇതും അവക്കാടോ ആണല്ലേ? പിന്നെ ഇതാ ചെറിയൊരു പേരക്ക മരം, അതടക്കം കായ്ച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. വയനാടിൻ്റെ പ്രത്യേകത. ചെറുതാണ്, കുട്ടിത്തയ്യാ. ഇനി അടുത്ത ഇതാ കൊക്കോ തോട്ടമാണ്. ഇനി കൊക്കോ മരങ്ങളാണ്, കൊക്കോ തൈകൾ. ഇതാ അതിലൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ. പിന്നെ ഒരു പൂച്ചെടി ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള ഇതാണ്. വീട്ടിലിങ്ങനെ മുറ്റത്ത് മുളച്ച് വരുന്നതാ കൊക്കോ കൃഷി. കണ്ടോ കൊക്കോ, എന്താ കൊക്കോ. ഇത് പഴുത്തല്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇത് പഴുത്താണ് വിചാരിച്ചു. ഇത് പഴുത്തല്ല, പഴുപ്പ് ഈ കളറല്ല ഉണ്ടാവുക. ഇതിൻ്റെ വേറെ കളറുണ്ട്. ഇതൊക്കെ കൊക്കോ ആണ്, കണ്ടോ. ഇതാണ് കൊക്കോ. ഇത്ര കൊക്ക. ഇതാണ് പഴുത്തത്. ഞങ്ങളിത് പറിച്ച് വെച്ചതാ. ഈ കളറാണ് പഴുപ്പുണ്ടാവുക. മാഷാ അല്ലാ. വയനാട്ടിലെ ഒരു വീടാണ് കേട്ടോ. ഇതാ വെണ്ടയ്ക്ക കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. വെണ്ടയ്ക്ക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൈലാഞ്ചി ചെടി ഉണ്ട് ഇവിടെ, മൈലാഞ്ചി ചെടി. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്താ, എന്ത് ചക്കയാണ്? കൈതച്ചക്കയാ, ഈനാമ്പഴം എന്ന് പറയുന്നത്. അവക്കാട മരം ഇവിടെ ഉണ്ട്.
ഈനാമ്പഴമുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും എന്താ പേരക്കുണ്ട്. റെഡ് പേര. ആ അതാ മരത്തുനിന്ന് പറിച്ചിട്ട് കഴിക്കുക. അത് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണേണ്ട. മാഷാ അല്ലാഹ് എന്ത് ടേസ്റ്റ്. 2-3 കൂടി പറിച്ചേ വണ്ടിയിലിട്ടേ.